താരസംഘടന അമ്മയെ വനിതകൾ നയിക്കും. ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോന് ജയം. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി. ലക്ഷ്മി പ്രിയയും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാർ. എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകുമെന്ന് ശ്വേത. അമ്മയ്ക്ക് വനിതാ പ്രസിഡന്റ് ചരിത്രത്തിലാദ്യം. ഗവർണർ സർക്കാർ ഭിന്നത തുടരുന്നു. ഗവർണറുടെ അഡ്ഹോം സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും. പ്രതിപക്ഷ നേതാവും പങ്കെടുത്തില്ല. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു പ്രധാനമന്ത്രി. ആണവായുധം കാട്ടി വിരട്ടേണ്ടെന്ന് നരേന്ദ്രമോദി. സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ല. ദീപാവലിയോടെ ദൈനംദിന വസ്തുക്കൾക്ക് GST കുറയ്ക്കുമെന്നും പ്രഖ്യാപനം. സംസ്ഥാനത്ത് വിപുലമായ ആഘോഷം. വർഗീയ ശക്തികളെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് മുഖ്യമന്ത്രി. പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്റർ വിവാദത്തിൽ. പോസ്റ്ററിൽ മഹാത്മാഗാന്ധിക്കൊപ്പം സവർക്കറെയും ഉൾപ്പെടുത്തി. ചിത്രത്തിൽ സവർക്കറുടെ സ്ഥാനം ഗാന്ധിക്ക് മുകളിൽ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ MR അജിത് കുമാറിന്റെ മൊഴി പകർപ്പ് പുറത്ത്. ആരോപണങ്ങൾക്ക് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയെന്ന മൊഴി. തനിക്കെതിരെ വ്യാജരേഖ ചമച്ചത് പോലീസിൽ നിന്ന്. PV അൻവറിന് വഴങ്ങാത്തതാണ് ആരോപണങ്ങൾക്ക് കാരണമെന്നും മൊഴി. മൊഴിപ്പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ലെന്ന് PV അൻവർ. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഡിസംബറിൽ ഇന്ത്യയിൽ. കൊൽക്കത്ത, അഹമ്മദാബാദ്, മുംബൈ, ഡൽഹി നഗരങ്ങളിലെത്തും. പര്യടനത്തിന് അർജന്റീന ടീമിന്റെ അനുമതി ലഭിച്ചെന്ന് കൊൽക്കത്തയിലെ വ്യവസായി. AFC കപ്പ് മത്സരത്തിനായി ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലെത്തിയേക്കും. ആരോഗ്യമന്ത്രിയോട് ശമ്പളം ലഭിച്ചില്ലെന്ന് പരാതിപ്പെട്ട താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസ്. നടപടി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കെതിരെ. കൂട്ടം ചേർന്ന് ബഹളം വെച്ചെന്നും സംഘർഷ സാധ്യതയുണ്ടാക്കിയെന്നും FIR. പോലീസ് കേസെടുത്തത് പ്രിൻസിപ്പൽ ഡോക്ടർ KK അനിൽ രാജിന്റെ പരാതിയിൽ. കോഴിക്കോട് തോരായി കടവ് പാലം തകർന്നതിൽ വിജിലൻസിന് പരാതി നൽകി KSU. പരാതി നൽകിയത് KSU സംസ്ഥാന കമ്മിറ്റി അംഗം AK ജാനിബ്. കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട കമ്പനിക്ക് PWD കുട പിടിച്ചെന്ന ആരോപണം. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ട്രംപ് പുടിൻ നിർണായക കൂടിക്കാഴ്ച അലാസ്കയിൽ. ചർച്ച ഫലപ്രദമായാൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ത്രികക്ഷി ചർച്ച നടത്തുമെന്നും ട്രംപ്. US റഷ്യ രാഷ്ട്രതലവന്മാർ നേരിട്ടു കാണുന്നത് 4 വർഷത്തിന് ശേഷം.